അതുകൊണ്ട് തന്നെ നമ്മൾ ജനങ്ങളുടെ ഒരു സേവനം, അതിനോടൊപ്പം നമ്മുടെ ജീവിത വിജയം നേടാനുള്ള ഒരു അവസരം. അപ്പോൾ ഇനിയുള്ള സമയത്ത് TCG ഇപ്പോൾ ബിസിനസ് എന്ന് പോലും പറയരുതെന്നാണ് നമ്മളോട് പറയുന്നത്. എന്നാലും ഇത് ബിസിനസ്സാണല്ലേ, ആണ്, ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ബിസിനസ്സാണ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് ബിസിനസ് എന്ന് പോലും പറയരുത്. കാരണം ഈ RCMനെ ഒരിക്കലും ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇനി ചെറുതായിട്ട് സമൂഹത്തിന് അറിയണം RCMന്റെ നന്മ എന്താണെന്ന്. അപ്പോൾ ഇന്ന് ഈ ഒരു റാലി നമ്മൾ സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് സമൂഹം അറിയണം എന്താണ് ഒരു സ്ത്രീക്ക് വേണ്ട കാര്യങ്ങൾ. ഇന്ന് ഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീത്വത്തിന് ഏറ്റവും കൂടുതൽ മഹാത്മ്യം കൽപ്പിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഭാരതം, അല്ലേ? നാരിശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാകിസ്ഥാൻ ഒന്ന് ചൊറിയാൻ വന്നപ്പോൾ ഒരു ലേഡിയുടെ സിന്ദൂരം മാറ്റിട്ട് നീ മോദിയോട് കൂടി പോയി പറയാൻ പറഞ്ഞപ്പോൾ ആ ഒരു മിഷന്റെ പേര് തന്നെ എന്തെന്ന് ഇട്ടത്, ഓപ്പറേഷൻ സിന്ദൂരം ഇട്ടത്, അല്ലേ? അങ്ങനത്തെ ഒരു ഭാരതത്തിലാണ്, അങ്ങനത്തെ ഒരു RCM എന്ന പ്രസ്ഥാനത്തിലാണ് നമുക്ക് അഭിമാനിക്കാം. സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആ ഒരു രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് നമ്മൾ. അപ്പോൾ ഇന്ന് ഇത്രയും സ്ത്രീകൾ ഇവിടെ പങ്കെടുത്തപ്പോൾ എന്താണ് ആർത്തവം? സത്യത്തിൽ 2 ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെയാണ് പല ആളുകൾക്കും സമൂഹത്തിൽ ഇന്ന് അതൊന്നും അറിയുന്നില്ല. കുടുംബങ്ങളിൽ പോലും അത് മറ്റുള്ളവർക്ക് അറിയാനും, ഒരു സ്ത്രീ അവരെത്ര മൾട്ടി ടാസ്ക് ചെയ്യുന്നു, അവരുടെ കുടുംബത്തിൽ എത്ര കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ കുടുംബത്തിൽ എത്ര ആ കുടുംബത്തിന് ഉയർത്താൻ വേണ്ടി എത്ര കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ പലരും അവഗണനയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ സ്വന്തമായിട്ട് അവർക്ക് തന്നെ ഒരു ആത്മവിശ്വാസം നേടാനും സമൂഹത്തിന് സ്ത്രീ ഇനി ഉണരേണ്ടതുണ്ടെന്നും സ്ത്രീ ശാക്തീകരണം രാജ്യത്തിൻ്റെയും അതേപോലെ തന്നെ RCMന്റെയും ഒരു മുഖമുദ്രയാണെന്നും ഇനി സമൂഹത്തെ അറിയിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു. അതിൻ്റെ ഒരു മുന്നോടിയാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയുള്ള നമ്മുടെ ഇന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന ലേഡീസാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഇനി വലിയ വലിയ റാലികൾ പിന്നീട് നടക്കണം. അതിൻ്റെ മുന്നോടിയാണ്. ഇന്നലെ കുറ്റിച്ചിറ നടന്നു, ഞാനും ജിഷയും അവിടെ പങ്കെടുത്തു. ഇവിടെയും നമുക്ക് കുമ്പടി നമുക്ക് ടീമിൻ്റെ ഭാഗമായിട്ട് ഒരെണ്ണമാണ് നടക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ പിന്നീട് ഇഷ്ടംപോലെ നടക്കും. അപ്പോൾ ജനങ്ങൾ ഇത് തിരിച്ചറിയും. ആ ഒരു തിരിച്ചറിയേണ്ട ഒരു ഭാഗം മാത്രമാണ് ഇന്നത്തെ ഒരു റാലി. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ലൈനായിട്ടാണ് നിൽക്കാം. കാരണം ഓൾറെഡി ഇവിടെ വീതി കുറവാണ്, റോഡ് കാരണം പാലപ്പണി നടക്കുന്ന കാരണം വീതി കുറവാണ്. അതുകൊണ്ട് 2 ലൈനായിട്ട് 3 ലൈനായിട്ടോ കട്ട കുത്തിയും പോകാൻ പാടില്ല. ഒരിക്കലും നമുക്ക് ഗതാഗതത്തിന് ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് അത് പോകണം. അപ്പോൾ ലൈനായിട്ട് നിൽക്കുക. എല്ലാവരുടെ കയ്യിലും ഒരു കാർഡ് അവിടെ എഴുതി വെച്ച കാർഡ്. നമ്മൾ പറയുന്നത് ആളുകൾ കേൾക്കുന്നില്ലെങ്കിലും മലയാളം വായിക്കാൻ അറിയുന്ന ആളുകളാണ്. ഒരു വണ്ടിയിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ എന്താണെന്ന് നോക്കുമ്പോൾ ഇതാണെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കും ആളുകൾ. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പോൾ എല്ലാവരും കയ്യിൽ പ്ലാക്കാർഡ് പിടിക്കുക. 2 പേര് ഫ്രണ്ടിൽ അതിൻ്റെ നമ്മുടെ ഒരു ബാനറുണ്ട്, അത് പിടിക്കണം. സരോജിനി ദേവി ഫൗണ്ടേഷൻ. ഈ സരോജിനി ദേവി ആരാ? TCGയുടെ വൈഫാണ്. കാരണം ആ ഒരു വൈഫിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു ജനസമൂഹത്തിന് ആ ഒരു പേരിൽ ഒരു നന്മ ചെയ്യണം. അത് അങ്ങനെയുള്ള ഓരോ സ്ത്രീകളും ഇനി ഉണരണം, വളരണം, തൻ്റെ അടുത്തോടു കൂടി ജീവിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജ്. ആ ഒരു മെസ്സേജിൽ നമ്മൾ അപ്പോൾ ഫ്രണ്ടിൽ 2 പേര് ഫ്ലക്സ് പിടിക്കും. അതുപോലെ തന്നെ ഇന്ന് ഇതിലൊരു മുതിർന്ന ലീഡർ എന്നുള്ള നിലയ്ക്ക് ജിഷ മാഡം അതിൻ്റെ ഒരു ഫ്ലാഗ് നമ്മളവിടെ ഒരു പച്ചക്കൊടി, അതാണ് അതിൻ്റെ ഒരു ഫ്ലാഗ് വീശിക്കൊണ്ട്, അത് കഴിഞ്ഞിട്ട് ആ ഫ്ലാഗ് പിടിക്കില്ല, വീശിയിട്ട് അത് അവിടെ മടക്കി വയ്ക്കും. വീശി നമ്മൾ അവിടെ നിന്ന് നടന്ന് തുടങ്ങണം. അപ്പോൾ ലൈനായിട്ട് നിൽക്കുക. ഇവിടെ പ്രമീള മാഡം അതിൻ്റെ ഒരു കുറച്ച് വാചകങ്ങൾ ചൊല്ലി തരുന്നുണ്ടാവും. അത് നമുക്ക് ആളുകളുള്ള സ്ഥലത്ത് ഒന്ന് ഉറക്കെ പറയാം. ആളുകളില്ലാത്ത സ്ഥലത്ത് നമ്മൾ തൊണ്ട പൊട്ടിക്കുമെന്ന് പറയുന്നില്ല. ക്ലിയറായ ആളുകൾ 10 ആൾ കേൾക്കാൻ ആ ജംഗ്ഷനിൽ വരുമ്പോൾ നമ്മളത് ഒന്നും ഉറക്കെ നമ്മുടെ ഒരു എനർജി ഒന്ന് കാണിക്കുക. കീസോണിൻ്റെ കൂവല് അവിടെ കൂവരുത്. ചിലപ്പോൾ ആവേശത്തിൽ ചിലപ്പോൾ കീസോണിൻ്റെ കൂവലും കയ്യടിയൊക്കെ ചിലപ്പോൾ അടിക്കാൻ തോന്നും. അത് ചെയ്യരുത്. കാരണം അവർക്കറിയില്ല അതെന്താണെങ്കിലും. അപ്പോൾ നമ്മളതൊരു മോശമായിട്ട് അവർ കണക്ക് കൂട്ടും. അപ്പോൾ അതുകൊണ്ട് ചൊല്ലുന്ന ആ ഇത് കാര്യങ്ങൾ മാത്രം പറയാം. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 7 മിനിറ്റ് ജയശ്രീ മാഡം ആ ജംഗ്ഷനിൽ വെച്ച് വാക്ക് പറയും. ആ ജംഗ്ഷനിലൂടെ കറങ്ങി, അതായത് ഏത് ജംഗ്ഷൻ? അഞ്ചാങ്കല്ല്. ഏത്തയാണ് ഉദ്ദേശിച്ചത്. 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 3 കിലോമീറ്റർ. 3 കിലോമീറ്റർ നടക്കുന്ന പറയുമ്പോൾ ഇപ്പോഴെ തന്നെ നിങ്ങൾ തളരും.
മനസ്സുകൊണ്ട്. അതുകൊണ്ട് ഇനി വിപുലമായുള്ള റാലികളൊക്കെ നമ്മൾ നടത്തും. ഇപ്പം നമ്മൾ ജസ്റ്റ് അടുത്ത ജംഗ്ഷനിൽ പോകുന്നു, തിരിച്ച് 1 കിലോമീറ്റർ കഷ്ടില്ല പോകുന്നു, തിരിച്ച് അതുകൂടെ കറങ്ങി ഇവിടെ വരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അതിലൊരു തീരുമാനം എടുത്ത് നമ്മൾ തിരിയുന്നുണ്ടാവും. ഇതാണ് പ്രോഗ്രാം. എല്ലാവരും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് സമയമില്ല, 2 മണി ആയി.